BaBu Monz TeChzലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു ഓവർവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സൂപ്പർ ഫോണിൻ്റെ ഒരു ഓവർവ്യൂ വീഡിയോ ആണ്. ഓക്കെ, അത് നാളെ ഇറങ്ങാൻ പോകുന്നത് 12 മണിക്ക് 15 ജൂലൈന് ഇറങ്ങാൻ പോകുന്നൊരു ഫോണിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അറിയപ്പെടുന്നത് സൂപ്പർ ഫോൺ എന്നാണ്. ഓക്കെ, അപ്പോൾ ഏത് ഫോണിൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഇപ്പോൾ സൂപ്പർ ഫോൺ എന്ന് പറഞ്ഞാൽ മതി. ബാക്കി സ്പെസിഫിക്കേഷൻ സംഭവം ഞാൻ പറഞ്ഞിട്ട് ഏതാ ഫോണെന്ന് ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ക്യാമറേൻ്റെയും സംഭവത്തിൻ്റെ എല്ലാം ഡിസൈനൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതിൽ എഴുതിയത് തന്നെ അൾട്രാ ഡിസൈൻ എന്നാണ്. ഓക്കെ, ന്യൂ എറ ഓഫ് എക്വിസിറ്റ് ഡിസൈൻ. ഓക്കെ, സാധാരണ ഫോണിൻ്റെ പാറ്റേണും ഡിസൈനെല്ലാം മാറ്റിയിട്ട് പുതിയ ഇമാജിനേഷൻ കൊണ്ട് പുതിയൊരു ഫോണിൻ്റെ ഡിസൈൻ. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ தெரியும் ക്യാമറ എല്ലാം ഫുള്ള് ഹൈ ക്വാളിറ്റി ക്യാമറയും ബാക്കിലെന്തോ ഡിസ്പ്ലേ എല്ലാം വരുന്നുണ്ട്. കണ്ടോ, നല്ല ബമ്പെല്ലാം കണ്ടോ ക്യാമറേൻ്റെ, കുറച്ചും കൂടി ക്യാമറേൻ്റെ മാത്രമായിട്ട് ഫോണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ല ക്യാമറയാണ് വരുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ 2 കളറിലാണെന്ന് തോന്നുന്നു വരുന്നത്. ഇപ്പോൾ രണ്ടും സെറാമിക്കിൻ്റെ 2 കളറാണ്. പ്രീമിയം സെറാമിക് ഡിസൈനാണ്, ബ്ലാക്കും വൈറ്റും. ഓക്കെ, അപ്പോൾ വൈറ്റ് എന്ന് പറയുമ്പോൾ നല്ല തിളങ്ങുന്ന വൈറ്റാണ്. സൈഡിൽ സ്റ്റീലിൻ്റെ എന്തോ സിൽവറിഷ് കളർ വരുന്നുണ്ട്. ബാക്കി നല്ല ഗ്ലോസി തിളങ്ങുന്ന വൈറ്റാണ് വരുന്നത്. അതിനെക്കൊണ്ട് സെറാമിക് വൈറ്റ് എന്ന് പേരുമുണ്ട്. പിന്നെ വരുന്നത് സെറാമിക് ബ്ലാക്കാണ്. അപ്പോൾ സെറാമിക് ബ്ലാക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സെറാമിക് ബ്ലാക്ക് എന്ന് പറയുന്നത് നല്ല മാറ്റ് ഫിനിഷും ഒരു തിളക്കമുണ്ട് ബാക്കിൽ. പിന്നെ മെയിനായിട്ട് ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്യാമറയിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, ബാക്കി എന്ന സൈഡ് ഇതും നല്ല സിൽവർ ഒരു ബ്ലാക്ക് സിൽവർ കളറിൻ്റെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി സാധനമെല്ലാം നോക്കട്ടെ എന്നാ സംഭവം എന്നെല്ലാം. പിന്നെ വരുന്നത് IP68 വാട്ടർ പ്രൂഫ്. ഓക്കെ, അപ്പോൾ വാട്ടർ പ്രൂഫ് എങ്ങനെയാണ് ഞാൻ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഇതിൻ്റെ വീഡിയോ പോലെ തന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വാട്ടർ പ്രൂഫിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കണ്ടല്ലോ, നല്ല കിട്ടില്ലം വാട്ടർ പ്രൂഫിൻ്റെ ക്വാളിറ്റിയാണ്. വാട്ടർ പ്രൂഫിനെ പറ്റി വേറെ ഒന്നും പറയണമെന്നില്ല. ഓക്കെ, ഇനി അടുത്ത ഇതിൻ്റെ ക്യാമറ. ഓക്കെ, അപ്പോൾ അൾട്രാ ക്യാമറ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് ഇതിൻ്റെ ബാക്കത്തെ സംഭവം. അപ്പോൾ ട്രിപ്പിൾ പ്രൈമറി ക്യാമറ സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. 3 വലിയ സെൻസറാണ് വരുന്നത്, 3 മെയിൻ ക്യാമറ. ഓക്കെ, ഈ 3 മെയിൻ ക്യാമറയിൽ 3 മെയിൻ സെൻസർസ്, വലിയ സെൻസേഴ്സാണ് വെച്ചിട്ടുള്ളത്. അതിനെക്കൊണ്ട് രാത്രി നല്ല ഫോക്കസിൽ, പെർഫെക്റ്റ് ഫോക്കസിൽ നമുക്ക് 8K റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്പർ 1 ആണ് DxO മാർക്കിൻ്റെ റാങ്കിങ്ങിൽ വരുന്നത്. ഓക്കെ, ടോട്ടൽ സ്കോറിൽ. ഓക്കെ, അതും March 29, 2021 MI അൾട്രാ ക്യാമറ സ്കോർഡ് 143 പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പേര് മനസ്സിലായിട്ടുണ്ട് ആ ഫോണിൻ്റെ, MI അൾട്രാ ക്യാമറ. അപ്പോൾ ഇത് MIൻ്റെ ഫോണാണോന്ന് അറിയില്ല, MI അൾട്രാ ക്യാമറ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി എന്തെല്ലാം പറഞ്ഞില്ല. അപ്പോൾ ഫോണിൻ്റെ സൈഡിൽ എന്നാൽ ചെയ്യുന്നത് വെച്ചാൽ 120x പിന്നെ 12-120 mm അങ്ങനെ എന്തെല്ലോ AI ക്യാമറ എന്നെല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ട്. ബാക്കി എന്തെല്ലാം നമ്മൾ നോക്കിയിട്ട് പറയാം. ഓക്കെ, ഷോട്ട് ഓൺ MI 11 അൾട്രാ. ഓക്കെ, നല്ല ക്ലിയറിലുള്ള. അപ്പോൾ MI 11 അൾട്രാ എന്നേ പറയുന്നുള്ളൂ, ഫോണിൻ്റെ പേര് ഞാൻ അറിഞ്ഞുകൊണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ബാക്കി ഇവിടെ എന്നാ ഫോണിൻ്റെ ഇതെല്ലാം ഇങ്ങനെയാണ് കാണിക്കുന്നത്. നമുക്കിനി ആദ്യത്തെ ക്യാമറേനെ പറ്റി പറയാം. ഓക്കെ, 50 MP ട്രൂ പിക്സലിൻ്റെ കസ്റ്റം Gen 2 ക്യാമറയാണ്. GN2 ക്യാമറ എന്ന് അതിനെക്കൊണ്ട് ഞാൻ Gen 2 എന്ന് പറയുന്നത്. ഓക്കെ, 1.4 UM പിക്സൽ സൈസാണ് വരുന്നത്. 2.0 UMൻ്റെ 4:1 സൂപ്പർ പിക്സൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പേച്ചർ വരുന്നത് f1.95 അപ്പേച്ചറാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 50 MP 8P ലെൻസ് OS. ഓക്കെ, OS സ്റ്റെബിലൈസേഷനാണ് വരുന്നത്. ഓക്കെ, 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. ഓക്കെ, അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തത് MIയും സാംസങ് കൂടിയിട്ടാണ്. രണ്ടാളും കൂടി ഒരുമിച്ചിട്ട് ഡെവലപ്പ് ചെയ്ത വേൾഡ്സ് ലാർജസ്റ്റ് സ്മാർട്ട് ഫോൺ ക്യാമറ സെൻസറാണിത്. ഓക്കെ, ഒരു സെൻസർ തന്നെ ബാക്കി എല്ലാ ഇൻഡിവിജ്വൽ ട്രൂ പിക്സലിൻ്റെ ആയിട്ടും വലിയൊരു അപ്ഗ്രേഡാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സംഭവത്തിൽ ഇത് വരും. ഓക്കെ, പിന്നെ രാത്രി നമുക്ക് കണ്ണുകൊണ്ട് കാണാമെന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, സാധാരണ രാത്രി നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന പോലെ തന്നെ ഇതിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാം. സാധാരണ ഡാർക്കിൽ തന്നെ നമ്മളെ ഇമേജ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത്, അതും ആക്യുറേറ്റ് കളറിൽ. ഇത് കറക്റ്റ് ഫോട്ടോ ഒന്നല്ല, ഇത് നമുക്കറിയാമല്ലോ. എന്താ വെച്ചാൽ ശരിക്കും വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ മാറ്റം ഉണ്ടാകുന്ന നമുക്ക് പറയാൻ പറ്റും. ഇത് വേറെ കൊണ്ട് എടുത്തിയാണോ ഒന്നും പറയാൻ പറ്റില്ല. ഇത് ചില സമയം ലൈറ്റിങ്ങിൻ്റെ വ്യത്യാസം ഉണ്ടാകും. ബാക്കിലെല്ലാം നിങ്ങൾ ലൈറ്റിംഗ് കാണുന്നുണ്ട്. ഫുള്ളി ഡാർക്കല്ല, എന്നാലും കുറച്ച് ഡീറ്റെയിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ന്യൂ അൾട്രാ നൈറ്റ് ഫോട്ടോസ് അൽഗോരിതം. ഓക്കെ, അപ്പോൾ ഇനി വേറെ തന്നെയായിട്ടൊരു അൽഗോരിതം ഉണ്ടാക്കിയിട്ടുണ്ട് പോലും. ഓക്കെ, AI മൾട്ടി ഫ്രെയിം ഫ്യൂഷൻ എന്നെല്ലാം പറഞ്ഞിട്ട് എന്തോ സംഭവത്തിനെ കൊണ്ട് അൾട്രാ നൈറ്റ് ഫോട്ടോസ് എടുക്കേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എക്സ്ട്രീം ലോ ലൈറ്റിലടക്കം ഭയങ്കരമായ ലോ ലൈറ്റിലടക്കം
നിങ്ങൾക്ക് കണ്ണിനെ കൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ഡീറ്റെയിൽസ് ഇതിൽ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ക്ലിയർ വീഡിയോന്നാണ് പറയുന്നത് ഇയാളെപ്പോലെ അത് ഭയങ്കര യാത്ര എടുക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോക്കസിങ് ആണ് ഇമ്പോർട്ടൻറ്റ്, പക്ഷേ അത് ഈസി അല്ല എന്നാണ് പറയുന്നത് ഡുവൽ പിക്സൽ പ്രോ. ഓക്കെ, ഇങ്ങനെ ഭയങ്കര ക്ലിയർ ആയിട്ട് എടുക്കാം, ഭയങ്കര എന്താ പറയുക ബ്ലറായിട്ട് പോകുന്ന സംഭവമാണെങ്കിലും അത് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തതിൽ എന്തെല്ലാം വരുന്നതെന്ന് വെച്ചാൽ 64 പോയിൻറ്റിൻ്റെ ലേസർ ഫോക്കസാണ്. അത് ഫസ്റ്റ് ടൈം ആദ്യത്തെ പ്രാവശ്യമാണ് ഇങ്ങനത്തെ ബ്രാൻഡ് ന്യൂ 64 ഡോട്ട് ഫോക്കസ് സിസ്റ്റം എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിത്തത്. അതും ലാർജ് ഫീൽഡ് ഓഫ് വ്യൂ. ഓക്കെ, അപ്പോൾ നല്ല വൈഡായിട്ട് നമുക്ക് അതിൻ്റെ ഫോട്ടോ എടുക്കാനോ എന്താണെന്ന് വെച്ചാൽ പറ്റും. അപ്പോൾ ഫോക്കസ് ചെയ്തിട്ട് ഭയങ്കര ദൂരത്തുള്ള സാധനം ഫോക്കസ് ചെയ്തിട്ട് മുമ്പോട്ട് വെക്കുന്ന പോലെ മൂവിങ് ആയിട്ടുള്ള സബ്ജക്റ്റ് പോലെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയറായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ആക്ഷൻ ക്യാപ്ചറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അടിയിൽ നിന്നോ അങ്ങനത്തെ ഷോർട്സിലും ചില ബ്ലറായി പോകും, കുറച്ച് കൈയും കാലിനും കാണില്ല, പക്ഷേ ഇതിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോ എടുക്കണ്ട നല്ല ക്ലിയർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ലൈഫ് വിത്ത് HDR. അപ്പോൾ ഡുവൽ നേറ്റീവ് ISO ഫ്യൂഷൻ സ്റ്റാഗേർഡ് HDR, അതും end-to-end HDR 10+ എന്ന് പറയുന്ന സംഭവമാണ് ഇതിൽ വരുന്നത്. ഓക്കെ, നോയ്സി ലോ ലൈറ്റ് ഫൂട്ടേജ് അടക്കം നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, എന്താ വെച്ചാൽ നല്ല പ്രൊസസ്സർ, അത്രയും നല്ല സിംഗിൾ ഷോട്ട് പ്രോഗ്രസീവ് HDRൻ്റെ ഒരു പ്രൊസസ്സറാണ് വരുന്നത്. അപ്പോൾ ഈ ഗോസ്റ്റിംഗ് മൂവ്മെൻറ്റ്സ് അങ്ങനത്തെ സംഭവം മോഷൻ ബ്ലർ അതിൻ്റെ എല്ലാം കുഴപ്പമെല്ലാം പോകിത്തരും. ഓക്കെ, പിന്നെ end-to-end HDR എന്ന് പറഞ്ഞാൽ നല്ല ബ്രൈറ്റും ഡാർക്ക് ഡീറ്റെയിൽസും എല്ലാം ഡൈനാമിക് റേഞ്ചിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതേപോലെ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ടെലിഫോട്ടോ ലെൻസാണ് അടുത്ത് വരുന്നത് 120x ടെലിഫോട്ടോ ക്യാമറ. ഓക്കെ, പിന്നെ വരുന്നതാണ് 48 MP ഈ ടെലിഫോട്ടോ. ഓക്കെ, ഇത് തന്നെയാണ് ഇപ്പോൾ ഒന്ന് പറയാൻ വന്നത്. ഓക്കെ, 48 MP 120x ടെലിഫോട്ടോ ക്യാമറ ആണ് വരുന്നത്. 120x ആണ് ഇതിൻ്റെ എന്താ പറയുക റേഞ്ച് വരുന്നത്. ഓക്കെ, 10x ഹൈബ്രിഡ് സൂം കിട്ടുന്നുണ്ട്, 5x ഒപ്റ്റിക്കൽ സൂമും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ 1/2 ലാർജ് ഇമേജ് സെൻസറാണ് ഇത് വരുന്നത്. പിന്നെ 120 mm ആണ് ഇതിൻ്റെ ഈക്വലൻ്റ് ഫോക്കൽ ലെങ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ 48 MP ഈ 1/2 സൂപ്പർ ലാർജ് സെൻസറും വെച്ചിട്ട് നിങ്ങൾക്ക് ടെലിഫോട്ടോ ഹൈ റെസൊല്യൂഷൻ ക്യാമറ എടുക്കാൻ പറ്റും. അതെന്നാൽ ചില സൂം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എത്രയോ ഇതായിട്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള സൂമിങ് എഫക്റ്റ് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ദൂരത്ത് തന്നെ സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് ബ്ലറാകും, പക്ഷേ ഇതിൽ അങ്ങനെയല്ല, നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ചന്ദ്രൻ്റെ മേലെയുള്ള സംഭവം നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് എടുക്കാം. അങ്ങനത്തെ ഒരു ലുക്കിലാണെന്ന് ഇവർ പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. എന്നാൽ ഇത് ഫോൺ കയ്യിലില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാനില്ല. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ടോ 1x ഇങ്ങനെ കാണിക്കുന്നത് 1x. പിന്നെ മാറ്റാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് 1x ഇത് കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ആ 1x എടുത്ത സാധനം ഇതാ 5x 50x കണ്ടോ, ഇതിപ്പം 2x 5x 50x വരെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2 ലുക്കിലാണ് വരുന്നത്. അപ്പോൾ ഈ മലേൻ്റെ അത്ര ലുക്കില്ല, ഇനി ഇതിൻ്റെ പിന്നെ ഒരു ലുക്കുണ്ട്. ഓക്കെ, പക്ഷേ ഇത് എങ്ങനെയാണ് ഇവർക്ക് എടുത്തത്, ഏത് എന്താ പറയുക ഏത് സിറ്റുവേഷനിലാണ് എടുത്തതെന്ന് പറയാൻ പറ്റില്ല, അതിനെക്കൊണ്ടായിരിക്കും ക്ലിയർ. പിന്നെ വരുന്നതാണ് 128 ഡിഗ്രീൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ. ഓക്കെ, അൾട്രാ വൈഡ് ആംഗിളിൻ്റെ 48 MP ക്യാമറയാണ് വരുന്നത്. ഓക്കെ, അതും സോണി IMX 586 എന്ന് പറയുന്ന ക്യാമറയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയും 12 mm ഇക്വലൻ്റ് ഫോക്കൽ ലെങ്ത്താണ് വരുന്നത്. 7p ലെൻസാണ്, 1/2 ലാർജ് ഇമേജ് സെൻസറാണ് വരുന്നത്. അപ്പോൾ എല്ലാം ഹൈ ക്വാളിറ്റി സെൻസേഴ്സ് തന്നെയാണ് വരുന്നത്. ഫോട്ടോ ക്വാളിറ്റി എന്താ പറയുന്നത് ഈ ഒരു ലുക്ക് തന്നെ കിട്ടും. എന്താ വെച്ചാൽ ഇത്രയും സംഭവം തന്നെയാണ്. പിന്നെ പവർഫുൾ 8K മൂവി ക്യാമറയാണ് വരുന്നത്. നമ്മൾ സിനിമ കാണുന്നതിൻ്റെ സിനിമയിലിപ്പോൾ ഒന്നുകിൽ HD ഇല്ലേ 4K വരെ എത്തിയിട്ടുള്ളൂ, ഇതിൽ 8K അടക്കം വന്നു കഴിഞ്ഞു. ഓക്കെ, 3 ലെൻസ് കൊണ്ടും നിങ്ങൾക്ക് 8Kയിൽ ഷൂട്ട് ചെയ്യാം. ഓക്കെ, 8K റെക്കോർഡിങ് ചെയ്യാം, end-to-end HDR 10+. അപ്പോൾ ഈ കളേഴ്സ് എല്ലാം നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ്, വൈറ്റ് ആണെങ്കിൽ വൈറ്റ് കുറച്ചും കൂടി ഇതായിട്ട് കാണിക്കും, ഡാർക്കും കൂടി ഇതായിട്ട് കാണിക്കും. മൂവി ഫ്രെയിം വരുന്നുണ്ട്, മീൻസ് മേലത്തെ 2 ബ്ലാക്ക് ബോർഡർ പോലത്തെ സംഭവം ഒറ്റയ്ക്ക് തന്നെ വരും. പിന്നെ മൾട്ടി ഡിവൈസ് റെക്കോർഡിങ്, ഒരേ സമയത്ത് 2 ക്യാമറ വെച്ചിട്ടെല്ലാം റെക്കോർഡ് ചെയ്യാൻ തോന്നുന്നു. പിന്നെ ഓഡിയോ സൂം ചെയ്യാം, മീൻസ് ഓരോ ആൾക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള ഓഡിയോ കൊടുക്കാം. അൾട്രാ നൈറ്റ് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ സിനിമക്കാർക്കെല്ലാം നല്ലൊരു സംഭവമാണ്, ഇങ്ങനെ ഷോർട്ട് ഫിലിം മേക്കേഴ്സ് അങ്ങനത്തെ ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ എന്നാലും അതിൽ കാണിക്കുന്നത് അഡീഷണൽ ഹാർഡ്വെയർ യൂസ് ആണ്. അപ്പോൾ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഇതുണ്ടാവും, പക്ഷേ എന്നാലും നമുക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, എന്നാലും സീനിയറും സംഭവം അങ്ങനത്തെ ഇതെല്ലാം കിട്ടും. പിന്നെ സോഫ്റ്റ്വെയർ ഫീച്ചറായ ഓഡിയോ സൂമോ ആൾട്ടർനേറ്റ് വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ,
പിന്നെ സ്ലോ മോഷൻ എഫക്റ്റ് വരുന്നുണ്ട്. അതെല്ലാം ഒരു വേറെ തന്നെ. ബാക്കിയെല്ലാം നിങ്ങൾ എഡിറ്റിങ്ങിൻ്റെ ഒരു ഇതിലായിരിക്കും, നിങ്ങളെ കഴിവ് പോലെ ആയിരിക്കും ഓരോ ചാൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നല്ല സിനിമ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പോലെ ആ ഡിസ്പ്ലേ അത്രയും നല്ലതാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് അൾട്രാ പെർഫോമൻസ്. സാധാരണ ക്യാമറയോ ഇതും മാത്രമല്ല ഇതിൽ വരുന്നത്, ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പ് ഇതും പെർഫോമൻസും ഡിസ്പ്ലേയും ബാറ്ററി ലൈഫും സൗണ്ട് ക്വാളിറ്റി എല്ലാ സംഭവം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൊസസ്സറാണ് ക്വാൾകം സ്നാപ്ഡ്രാഗൺ 888 പ്രൊസസ്സർ. ഓക്കെ, അതും 5 നാനോമീറ്ററിൻ്റെ പ്രൊസസ്സറാണ് വരുന്നത്. അതിൻ്റെ കൂടെ LPDDR5ൻ്റെ റാം വരുന്നുണ്ട്. 6.4 Gbps എന്ന ഇത് ട്രാൻസ്ഫർ സ്പീഡ് വരുന്നതാണ്. ഓക്കെ, 16% ഫാസ്റ്ററാണ് പഴയ വേർഷൻ്റെ കാട്ടും, LPDDR4ൻ്റെ കാട്ടും. പിന്നെ UFS 3.1ൻ്റെ ഹാർഡ്വെയർ ലെവൽ ഡീഫ്രാഗ്മെൻറ്റേഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റോറേജും സംഭവം എല്ലാം നല്ല സ്പീഡിൽ നടന്നോളും. പിന്നെ 3.5 Gbpsൻ്റെ ത്രൂപുട്ടാണ് വരുന്നത്. എന്ന് വെച്ചാൽ നെറ്റ്വർക്കിൻ്റെ സ്പീഡെല്ലാം അത്രയും സ്പീഡായിരിക്കും. ഓക്കെ, പിന്നെ 3 ഫേസ് കൂളിംഗ് ടെക്നോളജി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫോൺ സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഫേസ് കൂളിംഗ് സിസ്റ്റം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി 100% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് നമ്മളെ സാധാരണ തെർമൽ പേസ്റ്റിൻ്റെ കാട്ടും. ഓക്കെ, പിന്നെ വലിയൊരു വേപ്പർ ചേമ്പർ വരുന്നുണ്ട്. അതിൻ്റെ പ്ലേറ്റ് എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഡിസ്പേറ്റ് ചെയ്യും, നമ്മളെ ചൂട് വരുന്ന എല്ലാ സമയവും ഡിസ്പേറ്റ് ചെയ്ത് പോയിക്കോളും. ഓക്കെ, അതിൽ തന്നെ തങ്ങി നിൽക്കുന്നില്ല. പിന്നെ 5000 mAhൻ്റെ ഹൈ കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. ഓക്കെ, അതും സെക്കൻഡ് ജനറേഷൻ നാനോ സിലിക്കൺ ആനോഡ് മെറ്റീരിയലിനെ കൊണ്ട്. ഓക്കെ, അതാണ് ഇനി വരുന്ന ഫ്യൂച്ചർ ബാറ്ററീസിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അത് സാധാരണ ഗ്രാഫൈറ്റ് നാനോഡ് മെറ്റീരിയലിൻ്റെ ആട്ടും കുറച്ചും കൂടി എന്താ പറയുക കപ്പാസിറ്റിയും ബാറ്ററി കപ്പാസിറ്റിയും ചാർജിങ് സ്പീഡിലും ഇമ്പ്രൂവ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററി എന്താ പറഞ്ഞാൽ വേണം. 5000 mAh കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. 6000 mAh ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. 5000 mAh ഓക്കെ എന്ന് പറയാം, പക്ഷേ ഒപ്റ്റിമൈസേഷൻ ഉള്ളതുകൊണ്ട് ഓക്കെ ആയിരിക്കും തോന്നുന്നു. ഓക്കെ, പിന്നെ വയർഡ് ആൻഡ് വയർലെസ് ചാർജിങ് രണ്ടും വരുന്നുണ്ട്. അതും ഡുവൽ 67 watt ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ 36 മിനിറ്റ്സ് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് 100% ചാർജ് കിട്ടും. ഓക്കെ, റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും നടക്കും 10 വാട്ട്സിൻ്റെ. അപ്പോൾ റിവേഴ്സ് വയർലെസ് അറിയാത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൽ നിന്ന് വേറൊരു ഫോൺ നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. വേറെ എന്തെങ്കിലും ഡിവൈസ് ആണെങ്കിലും അത് 10 വാട്ട്സിൻ്റെ ചാർജിങ്ങിൻ്റെ സ്പീഡിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, വേറൊരു ഫോണിനെ. ഓക്കെ, പിന്നെ ഡിസ്പ്ലേ മേറ്റിൻ്റെ A+ റൈസിംഗ് ദ ബാർ. ഓക്കെ, WQHD+ ഇല്ലെങ്കിൽ 2K എന്ന് അറിയപ്പെടുന്ന 120 Hz ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതും AMOLEDൻ്റെ ക്വാഡ് കേർവ്ഡ് ഡിസ്പ്ലേ. ഓക്കെ, ക്വാഡ് കേർവ്ഡ് ഡിസ്പ്ലേ. അത് 1.07 ബില്യൺ കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ 480 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. 1700 nits പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. അത് സാധാരണ എല്ലാ ബ്രൈറ്റ്നസിനായിട്ടും ഭയങ്കര കൂടുതലാണ്. സാംസങ്ങിൻ്റെ ഒരു 1,00,000 രൂപേൻ്റെ ഫോണിലാണ് അത് കണ്ടുവരുന്നത്. ഓക്കെ, പിന്നെ ട്രൂ കളർ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ കളർ എന്ന് പറഞ്ഞാൽ അത്രയും ക്ലിയർ ആയിരിക്കും. എന്താ വെച്ചാൽ HDR10+ വരുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഡിസ്പ്യൂമേറ്റിൻ്റെ ഒരു കോട്ടിങ് അടക്കം അതിൻ്റെ വരുന്നുണ്ട്. എന്നാൽ ബ്ലൂ ലൈറ്റ് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഡോൾബി വിഷൻ മാസമ്പോഴും വരുന്നുണ്ട്. അപ്പോൾ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസിൻ്റെ വിക്ടസ് എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്ലാസ്സാണ് ഇതിൽ വരുന്നത്. അതും 2 മീറ്റേഴ്സിൻ്റെ ഡോപ്പ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഗ്ലാസ് നിങ്ങളെ ഡിവൈസിനെ ഇൻടാക്റ്റ് ആയിട്ട് ഇതാക്കും. വീണ് പോയാലൊന്നും 2 കഷ്ണമായിട്ട് അങ്ങ് പൊട്ടിപ്പോയില്ല. ഓക്കെ, പിന്നെ 1.5x ഇംപ്രൂവ്ഡ് ഡ്രോപ്പ് പെർഫോമൻസും 2x ഇംപ്രൂവ്ഡ് സ്ക്രാച്ച് പെർഫോമൻസും വരുന്നുണ്ട്. അപ്പോൾ സ്ക്രാച്ച് ചെയ്തൊന്നും വേഗമാവില്ല. പിന്നെ വ്യൂ ഫൈൻഡർ AMOLED ടച്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഫോണിൻ്റെ ബാക്കിലോ ഡിസ്പ്ലേ വരും. അതിൽ നിങ്ങൾക്ക് ബാറ്ററി ചെക്ക് ചെയ്യാം, നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാം, ഇതിൽ ക്ലോക്കോ അങ്ങനത്തെ എന്തെങ്കിലും വേണമെങ്കിൽ വെക്കാം. പിന്നെ വേറെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതിൽ. ഓക്കെ, പിന്നെ 128 ഡിഗ്രീൻ്റെ അൾട്രാ വൈഡ് സെൽഫി, അതും ബാക്ക് ക്യാമറ വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. ബാക്കത്തെ ആ ഡിസ്പ്ലേയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ബാക്ക് ക്യാമറ വെച്ചിട്ട് സെൽഫി എടുക്കാം. ഓക്കെ, ബാക്കി ഹെർമൻ കാർഡോണിൻ്റെ ഡിസ്കൗൺ മാജിക് എന്ന് പറഞ്ഞാൽ അവരാണ് ട്യൂൺ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സ്പീക്കേഴ്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു അക്വസ്റ്റിക് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. ഓക്കെ, ഹെർമൻ കാർഡോ എന്ന് പറഞ്ഞാൽ വലിയൊരു സൗണ്ടിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ബ്ലൂടൂത്തോ ഇല്ലെങ്കിൽ സ്പീക്കർ ഉണ്ടെങ്കിൽ അതിൻ്റെ ആയിട്ടും സൗണ്ടിൽ നിങ്ങളെ ഫോണിന് എന്താ പറയുക ക്വാളിറ്റിയിൽ തരാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നതാണ് X-ആക്സസ് ലീനിയർ വൈബ്രേഷൻ മോട്ടോർ, 360 ലൈറ്റ് സെൻസർ, IR ബ്ലാസ്റ്റർ, NFC ബാക്കി ഷാമിൻ്റെ ഫോൺസിൽ കുറച്ചൊരു എന്താ പറയുക പ്രീമിയം ഫോൺസിലാണ് വരുന്നത്. പിന്നെ ബ്ലൂടൂത്ത് 5.2 അതെല്ലാം ബാക്കി എല്ലാത്തിലും വരുന്നുണ്ട്. NFC മാത്രമാണ് ഇതിൽ കുറച്ചും കൂടി ഒരു ഇതായിട്ട് പ്രീമിയം ആയിട്ട് വരുന്നത്. ബാക്കി ഞാൻ പറഞ്ഞ ക്യാമറ സംഭവം കുറച്ച് നല്ലതാണ്. ഓക്കെ,
അപ്പോൾ MI11 Ultra ബാക്കി നാളെ നമുക്ക് പറയാം എന്തെല്ലാം ഉള്ളതെന്ന്. നാളെയാണ് ഇതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് ആവുന്നത് 12 മണിക്ക്. ഓക്കെ, ഉച്ചക്കാണോ? ഉച്ചക്കാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്ര വരുന്നതെന്ന് വെച്ചാൽ 69,999 രൂപ. അപ്പോൾ ശരിക്കുള്ള പ്രൈസ് വരുന്നത് 75,000 രൂപയാണ്. 74,999. അതിൽ നിന്ന് നമുക്ക് 69,999 70,000 രൂപ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ പ്രൈസിനാണ് കിട്ടുന്നത്. അപ്പോൾ നാളെ ഇത് ആമസോണിൽ ലോഞ്ച് ചെയ്യും, MIൻ്റെ ഈ സൈറ്റിൽ തന്നെ ലോഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക BaBu Monz TeChzലേക്ക്. അപ്പോൾ ബൈ ഫ്രം BaBu Monz TeChz. സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.